കോഴിക്കോട് മാളിക്കടവ് കൊലപാതകത്തിൽ കുറ്റസമ്മതം നടത്തി പ്രതി വൈശാഖൻ ഒരുമിച്ച് ജീവനൊടുക്കാനായിരുന്നു പ്ലാൻ എന്നും കുറ്റബോധം ഉണ്ടെന്നും തെളിവെടുപ്പിനിടെ വൈശാഖൻ പറഞ്ഞു. കൊലപാതകം നടന്ന മാളിക്കടവിലെ ഇൻഡസ്ട്രിയിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. അതേസമയം കൊലപാതകത്തിന് ശേഷം പ്രതിയും ഭാര്യയും ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കൊലപാതകം നടന്ന മാളിക്കടവിലെ ഐഡിയൽ ഇൻഡസ്ട്രീസിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയായിരുന്നു വൈശാഖന്റെ കുറ്റസമ്മതം. ഒരുമിച്ച് ജീവനൊടുക്കാനായിരുന്നു പ്ലാൻ. അവൾ മരിച്ചു, ഞാൻ മരിച്ചില്ല, കുറ്റബോധമുണ്ട്. ആശുപത്രിയിൽ വെച്ച് ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും വൈശാഖൻ പറഞ്ഞു. ഞങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. ഞാൻ മരിച്ചില്ല, അവൾ മരിച്ചു. കുറ്റബോധമുണ്ട്, എനിക്ക് മരിക്കാൻ സാധിച്ചില്ല. കുറ്റബോധം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഈ കാര്യങ്ങളൊക്കെ. കൊലപ്പെടുത്തുന്നതിന് മുൻപ് പ്രതി യുവതിക്ക് ജ്യൂസിൽ ഉറക്ക ഗുളിക കലർത്തി നൽകിയിരുന്നു. ജ്യൂസ് വാങ്ങിയ ബേക്കറിയിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ശേഷം വൈശാഖൻ ഭാര്യയെ വിളിച്ച് യുവതി ഇൻഡസ്ട്രിയിൽ ജീവനൊടുക്കിയെന്നറിയിക്കുകയായിരുന്നു. തുടർന്ന് വൈശാഖന്റെ ഭാര്യ കാറിൽ വരുന്നതും ഇരുവരും ചേർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സുഹൃത്തായ യുവതി വൈശാഖൻ കൊലപ്പെടുത്തിയത്. ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതി ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ നിർണായകമായി. അബോധാവസ്ഥയിൽ പിടയുന്ന യുവതിയെ പ്രതി ലൈംഗിക ചൂഷണം നടത്തുന്നതുൾപ്പെടെ CCTVയിൽ പതിഞ്ഞിരുന്നു. പ്രതി ലൈംഗിക വികൃതത്തിന് അടിമയാണെന്നും 16-ാം വയസ്സ് മുതൽ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ന്യൂസ് മലയാളം, കോഴിക്കോട്.